സുപ്രഭാതം പറയണോ? സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം ബിഗ് ബോസ്. കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ്? കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ ബിഗ് ബോസ്? കാണുന്നുണ്ടോ? താങ്ക് യു സോ മച്ച്. നടത്തി കിടക്കുന്നത് ഞാൻ കണ്ടു. ഇന്ന് അനീഷിന്റെ നാട്ടിൽ അനീഷിന് കൊടുത്ത സ്വീകരണം ഇജാതി ഒരു സ്വീകരണം ശരിക്കും പറയാം അമ്മാതിരി. കാരണം അനീഷ് ഒരു വിന്നറല്ല, അനീഷ് സെക്കൻഡ് പ്ലേസ് ആണ്. അപ്പോൾ അങ്ങനെ വന്ന ഒരാൾക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു വരവേൽപ്പും അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് നാട്ടുകാർ കൊടുത്ത ആ ഒരു സ്വീകരണമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. കാരണം എനിക്കൊന്ന് വിന്നറിന് പോലും ഇങ്ങനെ ഒരു ഇതില്ലെന്നാണ് തോന്നുന്നത്. അതുപോലെ കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സീസൺ 7 വിന്നറായിട്ട് ഈ പറയുന്ന തരത്തിൽ അനീഷിനെ തന്നെയാണ് എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മറ്റു സീസണിലൊന്നും ഞാൻ ആ ഒരു രീതി കണ്ടിട്ടില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഉറച്ച ഒരു വ്യക്തി കാണുമല്ലോ, കാരണം ഇയാളാണ് വിന്നർ, അല്ലെങ്കിൽ ഇയാൾക്കാണ് ആ ഒരു വിന്നർ ആവാനായിട്ടുള്ള ഒരു അർഹതയുള്ളത്. അപ്പൊ അങ്ങനെ ഇപ്പൊ കപ്പ് ആർക്ക് കൊടുത്താലും ജനമനസ്സിൽ ഒരു വ്യക്തി കാണും. ഈ സീസണിൽ ഇയാൾ തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ വിജയ് ഇയാൾ തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അനീഷ് തന്നെയാണ്, അനുമോളല്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും. കാരണം അതുപോലെ തന്നെയാണ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഉണ്ടായ ആ ഒരു ക്രൗഡും അതോടൊപ്പം തന്നെ ആ ഒരു സ്വീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം നമ്മൾ മറ്റു പല സീസണുകളും നോക്കിക്കഴിഞ്ഞാൽ, കാരണം തോറ്റയാൾ പോലും ജനമനസ്സിൽ ഇടം പിടിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് സീസൺ 2 രജിത് കുമാർ, സീസൺ 4 റോബിൻ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ സീസൺ 7 അനീഷ് എന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം ഈ സീസൺ അനീഷിന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടാൻ പോകുന്നത്. രജിത് കുമാർ സീസൺ 2 അറിയപ്പെട്ടതുപോലെ, സീസൺ 4 റോബിൻ രാധാകൃഷ്ണൻ അറിയപ്പെട്ടതുപോലെ, സീസൺ 7 അനീഷിന്റെ പേരിൽ തന്നെയാണ്. അത് ഇനി ആര് കപ്പ് നേടിയാലും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു ഉദാഹരണം തന്നെയാണ് അനീഷിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വമ്പൻ വരവേൽപ്പെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം മറ്റാർക്കും ഞാൻ ആ ഒരു തരത്തിൽ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളാൽ നൽകുന്ന ഒരു സ്നേഹമാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. അല്ലാതെ ഇതിന് ഇനി PR മറ്റത് മറിച്ചത് എന്നൊന്നുമില്ല. ഇത് ജനങ്ങൾക്കുള്ളിൽ നിന്നും തോന്നുന്ന ആ ഒരു വികാരമാണ് അനീഷിനോട് പ്രകടിപ്പിക്കുന്നത്. അതൊരു ജെന്യുവിൻ ആയിട്ടുള്ള സ്നേഹമാണ്. അത് എന്നും നിലനിൽക്കുന്ന ഒരു സ്നേഹം തന്നെയാണ്. അല്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത്. അത് താനേ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അനീഷിന്മേൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ്, ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് അനീഷിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്വീകാര്യത എന്ന് എടുത്തു പറയേണ്ടി വരും.